ഹലോ ഓൾ. അപ്പോൾ ഇന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ ലൈം ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ഫോർ ലൈം സ്റ്റോണും ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം സ്റ്റോണും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഏതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം സ്റ്റോൺ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടെസ്റ്റ് ഫോർ സ്റ്റോൺസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്യുവർ അല്ലെങ്കിൽ ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ അത് വൈറ്റ് ഇൻ കളറാണ്. ഓക്കെ, പ്യുവർ അല്ലെങ്കിൽ ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ എന്താണ്, വൈറ്റ് ആണ്. ഇനി ഹൈഡ്രോളിക് ലൈം സ്റ്റോൺ ആണെങ്കിൽ അതിന് ബ്ലൂയിഷ് ഗ്രേ ബ്രൗൺ ഓർ ഡാർക്ക് കളർ ആയിരിക്കും. പിന്നെ അതിനൊരു എർത്തി സ്മെല്ലും കൂടെ ഉണ്ടായിരിക്കും ഹൈഡ്രോളിക് ലൈം സ്റ്റോൺ ആണെങ്കിൽ. ഇനി ഇതിൻ്റെ പുറത്ത് ലൈം സ്റ്റോണിൻ്റെ പുറത്ത് ഗ്ലിസ്റ്ററിൻ പാർട്ടിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രസൻസ് ഓഫ് ഫ്രീ സാൻഡ്. ആ ഒരു ലൈം സ്റ്റോൺ എന്നുണ്ട് ഫ്രീ സാൻഡിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് ഗ്ലിസ്റ്ററിൻ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ മീൻ ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഹീറ്റ് ടെസ്റ്റ് ആണ്. ഹീറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈമിന്റെ ക്വാളിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത് വരുന്നത് ആസിഡ് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യും, ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ വിഗറസ് ആയിട്ട് എഫ്രസൻസും ആൻഡ് റെസിഡ്യൂ ഫോർമേഷൻ ലെസ്സും ആണെങ്കിൽ അതിൽ കാൽഷ്യം കാർബണേറ്റ് കണ്ടന്റ് ഹൈ ആണെന്നാണ് അതിനർത്ഥം. അതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് എ പ്യുവർ ലൈം സ്റ്റോൺ, അതർവൈസ് ഇറ്റ് ഈസ് എ ഹൈഡ്രോളിക് ലൈം സ്റ്റോൺ. ഇനി ബോൾ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ലൈം സ്റ്റോൺ ക്ലാസ് ബി ആണോ ക്ലാസ് സി ലൈം ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോൾ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബോൾ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോളിന്റെ സൈസ് 40 mm സൈസ് ആണ്. ഇതിൽ നമ്മൾ 6 hours ആണ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണം, ജസ്റ്റ് ഈ 4 പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഈ 6 hours വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ക്ലാസ് സി ലൈം ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ലൈം സ്റ്റോൺ ആണ്. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ എമിനന്റ് ഹൈഡ്രോളിക് ലൈം. ക്ലാസ് എ ലൈം സ്റ്റോണിന്റെ പേരാണെന്ന് എമിനന്റ് ഹൈഡ്രോളിക് ലൈം. അതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ. സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൈഡ്രേറ്റഡ് ഫോമിലാണ്. ഓക്കെ, ഹൈഡ്രേറ്റഡ് ഫോം ട്രാൻസ്മിഷൻ. ഇതിന്റെ 14-day കംപ്രസീവ് സ്ട്രെങ്ത് പഠിക്കണം, 1.75 Newton/mm². 28-day കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 2.8 Newton/mm² ആണ്. ഇനി അടുത്ത ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ സെമി ഹൈഡ്രോളിക് ലൈം ആണ്. ഇതെന്ന് പറഞ്ഞാൽ സുപ്പീരിയർ മാസണറി കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പൗഡേർഡ് ഫോമിലോ അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ഫോമിലോ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇതിന്റെ 14-day കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.25 Newton/mm² ആണ്. 28-day കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.75 Newton/mm². ഇനി അടുത്ത് വരുന്നത് ക്ലാസ് സി. ക്ലാസ് സി എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ വിളിക്കുന്ന പേരാണ് ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്റ്ററിങ് വൈറ്റ് വാഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് സി യൂസ് ചെയ്യുന്നത്. ഇനി പൗഡേർഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ഫോം ട്രാൻസ്മിഷൻ ആണ്. ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ ഡോളമൈറ്റ് ലൈം ആണ്. ഇൻഫീരിയർ പ്ലാസ്റ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ് ഡി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും പൗഡേർഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ഫോം ട്രാൻസ്മിഷൻ. ക്ലാസ് ഇ എന്ന് പറഞ്ഞാൽ കങ്കാർ ലൈം ആണ്. ഇൻഫീരിയർ വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഹൈഡ്രേറ്റഡ് ഫോമിൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ക്ലാസ് എഫ് എന്ന് പറഞ്ഞാലോ സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം ആണ്. ഓക്കെ, സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം ആണ്. ഇത് അണ്ടർ കോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൗഡേർഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ഫോം ട്രാൻസ്മിഷൻ ആണ് ക്ലാസ് എഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈം എന്നുള്ള ടോപ്പിക് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബ്രിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.